ONV കുറുപ്പും ദേവരാജനും ചെറുപ്പം മുതലേ സുഹൃത്തുക്കളായിരുന്നു. ഏകദേശം ഒരു 49-50 മുതൽ. എന്നാൽ 1980 അവർ തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലാതായി. അത് മിക്കവാറും ONV കുറുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാനാണ് ന്യായം. ഒരു അല്പം ക്ഷിപ്രകോപം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എങ്ങനെയിരിക്കട്ടെ, 80 മുതൽ 87 വരെ അവർ തമ്മിൽ സംസാരിച്ചിട്ടില്ല. അങ്ങനെ 87 നീ എത്ര ധന്യ എന്ന ചിത്രത്തിനു വേണ്ടി ഇവരെ സംയോജിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അതിൽ നമ്മുടെ ജോൺ പോളും ചിത്രകൗമുദിയിലെ എഡിറ്ററും മൂവി ഡയറക്ടർ ജെസിയും എല്ലാം ഭാഗഭാക്കുകളായിരുന്നു. അങ്ങനെ അവർ സമ്മതിച്ചു. അങ്ങനെ കവിത പറഞ്ഞു കൊടുക്കാം എന്ന് സമ്മതിച്ചു. ഒരു ദിവസം രാവിലെ 10 മണിക്ക് ദേവരാജൻ മാസ്റ്റർ വരാം എന്നും സമ്മതിച്ചു. പക്ഷേ അതിൻ്റെ തലേന്ന് ONVക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ സരോജിനി അമ്മ പറഞ്ഞുള്ള അറിവാണ്. അദ്ദേഹം അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് വെളുപ്പിന് ഒരു 5 മണിയായപ്പോൾ അയാൾ ജനാലയുടെ അരികിൽ ഒരു കസേല വരിച്ചിട്ടിരുന്നു. വാതിൽ തുറന്നു. 5 മണിയായി. ചില പക്ഷികളൊക്കെ ചിലയ്ക്കാൻ തുടങ്ങി. പുറത്ത് ചാറ്റുമഴ ഉണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു. എന്നിട്ടും എഴുതാൻ സാധിക്കുന്നില്ല. അവസാനം 7 മണിയായപ്പോൾ അയാൾ ഒരു കടലാസ് എടുത്ത് അതിലെഴുതി. ആ എഴുതിയ പാട്ടുമായി അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ ദേവരാജൻ മാസ്റ്റർ വന്നു. അവർ തമ്മിൽ ചിരിച്ചില്ല, സംസാരിച്ചില്ല. ഇദ്ദേഹം കവിത പറഞ്ഞു കൊടുത്തു. ആ കവിതയാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നത്. അത് ദേവരാജൻ മാസ്റ്റർ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം അത് ഇങ്ങനെ ഈണപ്പെടുത്തി: അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിലച്ചുപോയി. അതിനെപ്പറ്റി ONV പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഈ 7 വർഷവും, വിരഹത്തിൻ്റെ ഈ 7 വർഷങ്ങളിലും അദ്ദേഹം കവിത പറഞ്ഞു കൊടുക്കുമ്പോൾ മുന്നിലിരിക്കുന്ന വ്യക്തി ദേവരാജനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടായിരുന്നു എന്ന് ഒരു ഉപകഥയും ഇതിനെ സംബന്ധിച്ചുണ്ട്. താങ്ക് യു.